പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സിറിയയിൽ പഴയ വിമത പോരാളികൾ ആയുധം ഏന്തുന്നു. അവർ സിറിയക്കും റഷ്യക്കുമെതിരെ പോരാടുന്നു. എന്തായിരിക്കാം കാരണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിലവിൽ രക്തക്കറ പുരണ്ട രാജ്യമെന്ന കുപ്രസിദ്ധിയുള്ളത് സയനിസ്റ്റ് രാജ്യമായ ഇസ്രയേലിനാണ്. പാവം ഫലസ്തീനികളെ കൊന്നു തള്ളുന്ന ഇസ്രയേൽ ക്രൂരതയുടെ ആഴവും വംശീയവും ക്രൂരവുമായ മുന്നേറ്റത്തെ ലോകം നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടു. ഇസ്രയേൽ അവരൊരു രാക്ഷസ രാജ്യമാണെന്ന് പല യൂറോപ്യൻ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളും അതിർത്തികളില്ലാതെ മുദ്രകുത്തി. ഈ കുപ്രസിദ്ധിയിൽ നിന്നും മറികടക്കണം. അതിന് മറ്റൊരു പോർമുഖം വേണം. അത് പക്ഷേ തങ്ങളായിരിക്കരുതെന്ന നിർബന്ധം ഇസ്രയേലിനുണ്ട്. ഇവിടെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകക്രമത്തിൽ റഷ്യയുടെ ഇടപെടലുകൾക്ക് വൻ സ്വീകാര്യത ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഉക്രൈനെ ആക്രമിച്ച് പിടിച്ചടക്കുകയായിരുന്നിട്ട് പോലും റഷ്യക്ക് യുദ്ധമുഖത്ത് ലഭിക്കുന്നത് ഹീറോ പരിവേഷമാണ്. മാത്രവുമല്ല, ഇസ്രയേലിനോട് ഏറ്റുമുട്ടുന്ന ഇറാനും യമനുമെല്ലാം ഇതേ റഷ്യ പിന്തുണയും നൽകുന്നു. ഈ ഹീറോ പരിവേഷം അവസാനിപ്പിക്കാനും ഗാസയിൽ തങ്ങൾ തുടരുന്ന ക്രൂരതയിൽ നിന്നും ശ്രദ്ധ തിരിക്കുവാനും സിറിയയിൽ പ്രശ്നമുണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഇസ്രയേലും മൊസാദുമെല്ലാമാണ്. അവർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഈ സിറിയയിലെ വിമതരുടെ പുതിയ ഉയർത്തെഴുന്നേൽപ്പ്. സ്വിച്ചിട്ട പോലെ ഒരു സുപ്രഭാതത്തിൽ സിറിയൻ വിമതർ രംഗത്തെത്തിയെങ്കിൽ അതിനു പിറകിൽ ഈ താല്പര്യങ്ങൾ തന്നെയാണ്. 6 വർഷങ്ങൾക്ക് മുൻപ് നിലച്ച വെടിയും പുകയും ഇപ്പോൾ വീണ്ടും ഉയർന്നു കേൾക്കുകയാണ്. ഈ സാഹചര്യത്തെക്കുറിച്ച് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവ്റോവിനോട് ഒരു അമേരിക്കൻ മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട്. അമേരിക്കൻ മാധ്യമപ്രവർത്തകനായ ടക്കർ കാൾസനാണ് ആരാണ് ഈ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് സെർജി ലെവ്റോവിനോട് ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ രാജ്യമായ അമേരിക്കയും ബ്രിട്ടനും ഇതിന് പിറകിലുണ്ട്. ഇസ്രയേലിന് ശ്രദ്ധ തിരിക്കൽ ആവശ്യവുമാണ്. പബ്ലിക് ഡൊമൈനിലുള്ളതും പ്രചരിക്കുന്നതുമായ വിവരങ്ങൾ അമേരിക്കക്കാരെയും ബ്രിട്ടീഷുകാരെയും ഇസ്രയേലികളെയും ചുറ്റിപ്പറ്റിക്കൊണ്ടാണ്. ഗാസ വളരെ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാകാതിരിക്കാൻ ഈ സാഹചര്യം കൂടുതൽ വഷളാക്കാൻ ഇസ്രയേലിനും താല്പര്യമുണ്ട്. ഇതൊരു സങ്കീർണമായ ഒരു ഗെയിമാണ്. നിരവധി അഭിനേതാക്കൾ ഉൾപ്പെട്ടിട്ടുള്ള ഒരു കളി കൂടിയാണ് ഇവിടെ നടക്കുന്നത് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. റഷ്യയും ഇറാനും തുർക്കിയും ചേർന്ന് 2017-ലും 2020-ലും സിറിയയിൽ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഫോർമാറ്റ് സിറിയയിൽ രാഷ്ട്രീയം കളിക്കാനിറങ്ങിയ എല്ലാവരുടെയും സ്വപ്നങ്ങൾ തകർത്തതാണ്. അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഉണ്ടായി വന്നതുമാണ്. പരസ്പരം പോരടിച്ചു നിന്നിരുന്ന സിറിയക്കാർ പരസ്പരം യോജിക്കാൻ ഈ വെടിനിർത്തൽ കരാർ സഹായകമായി. ഇത് തകർക്കൽ അമേരിക്കക്കും പാശ്ചാത്യ ചേരിക്കും ആവശ്യമായിരുന്നു. ഇതിനായി അമേരിക്കക്കാർ സിറിയയുടെ കിഴക്ക് ഭാഗത്ത് ചില കുർദിഷ് വിഘടനവാദികളെ വളർത്തിയെടുത്തു. അതുവഴി രാജ്യത്തിന് ലഭിക്കേണ്ട നല്ല വളർച്ചയും ധനവും അന്യാധീനപ്പെട്ടു പോകുന്നു. അവർ വിറ്റയിച്ച എണ്ണയിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നുമുള്ള ലാഭം, അവർ കൈവശപ്പെടുത്തിയ വിഭവങ്ങൾ എല്ലാം ഉപയോഗിച്ച് ഈ പ്രക്രിയയിൽ ഞങ്ങളുടെ എല്ലാ പങ്കാളികളുമായും തീവ്രവാദികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനും ആയുധം നൽകുന്നതിനുമുള്ള മാർഗങ്ങൾ പോലും ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആരൊക്കെയാണോ ഇത്തരം വിഘടനവാദികൾക്ക് ആയുധങ്ങൾ നൽകുന്നത് അവരുമായിട്ട് ഞങ്ങൾ ചർച്ചയ്ക്കിരിക്കും, അവരുമായിട്ട് സംസാരിക്കും, എന്നിട്ടൊരു തീരുമാനത്തിലെത്തും. സമവായ ചർച്ചകൾക്കായി ഞങ്ങൾ ടർക്കിഷ് ഇറാനിയൻ പ്രതിനിധികളുമായി സംസാരിച്ചു കഴിഞ്ഞു. വെള്ളിയാഴ്ച ഇന്ന് ഖത്തറിൽ നടക്കുന്ന ഒരു കോൺഫറൻസിൽ അവരുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇദ്ലിബുമായി ബന്ധപ്പെട്ട കരാർ കർശനമായി നടപ്പാക്കാൻ റഷ്യ ആവശ്യപ്പെടും. കാരണം സിറിയയിലെ ആ പ്രവിശ്യ വഴിയാണ് തീവ്രവാദികൾ ഉയർന്നു വന്നത്. ഇതൊക്കെയാണ് സെർജി ലെവ്റോവ് ടക്കർ കാൾസനോട് പറയുന്നത്. ഇതിൽ ടക്കർ കാൾസൺ ചോദിച്ചൊരു ചോദ്യത്തിന് ലെവ്റോവ് വളരെ കൃത്യമായൊരു ഉത്തരം നൽകുന്നുണ്ട്. അമേരിക്കയും ബ്രിട്ടനും ഇസ്രയേലുമാണ് ഇതിന് പിറകിൽ എന്ന്. അമേരിക്കയുടെ പേര് പറയലോടുകൂടി അമേരിക്കയെ വളരെ കൃത്യമായി ഇതിന് മുഖത്തേക്ക് വലിച്ചിഴക്കാൻ കൂടി സെർജി ലെവ്റോവ് തയ്യാറായി എന്നതാണ്. കാരണം റഷ്യ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉക്രൈൻ തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്നത് ഉക്രൈൻ അല്ല, പകരം അമേരിക്കയുടെ ഒരു പ്രോക്സി ഗ്രൂപ്പാണ് എന്ന് വെച്ചാൽ റഷ്യ അമേരിക്ക സംഘർഷം വളർന്നു വരുന്നുണ്ട്, ഇത് വളർത്തപ്പെടുന്നുണ്ട് എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കലാണ് ലെവ്റോവ് ഇതുവഴി ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തു എന്ന് മാത്രമല്ല, വളരെ കൃത്യമായി ഇറാനുമായും
ഞങ്ങൾ ചർച്ച ചെയ്തു എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ ഞങ്ങളൊരു ഇടപെടലുണ്ടാകും, ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു അച്ചുതണ്ട് ഈ വിഷയത്തിൽ ഇവിടെയും ഇടപെടുമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഇതുകൂടാതെ മറ്റൊരു വാർത്ത കൂടി സിറിയയിലേക്ക് വരുമ്പോൾ വ്യക്തമാകുന്നത് ഹിസ്ബുള്ള ഇന്നൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുടെ സെക്കൻഡ് കമാൻഡറാണ് ആ ഒരു പ്രസ്താവന നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: സിറിയയിലെ പോരാടുന്ന പ്രിയപ്പെട്ട ഭരണകൂടത്തിനും അതോടൊപ്പം തന്നെ അവിടെയുള്ള ജനങ്ങൾക്കും സഹായത്തിനായി ഞങ്ങൾ വരാൻ ഒരുക്കമാണ്. ഞങ്ങളുടെ സൈന്യം വേണമെങ്കിൽ സിറിയയിലേക്ക് വരാം, ഞങ്ങൾ വിമതരുമായി പോരടിക്കാം എന്ന് പറയുമ്പോൾ ഈ യുദ്ധം സിറിയക്കകത്തും ഇനി വളരെ വലിയ രീതിയിൽ വളർന്നു വരും. അവിടെ യഥാർത്ഥത്തിൽ 2 ക്യാമ്പുകളുണ്ട്. ഒന്ന് അമേരിക്കൻ ക്യാമ്പുണ്ട്, ഒന്ന് റഷ്യൻ ക്യാമ്പുണ്ട്. ഒരു ഡയറക്റ്റ് ഫൈറ്റിലേക്ക് പോയാൽ അത് എത്രമാത്രം ഫലവത്താകും, പ്രശ്നങ്ങളുണ്ടാകും എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഗാസ ആക്രമിക്കപ്പെടുന്നത് ലോകം അറിയാൻ പാടില്ല. പകരം സിറിയയിൽ ചോര പുരണ്ട നാളുകൾ വരുമ്പോൾ അത് ലോകം ചർച്ച ചെയ്തോട്ടെ എന്ന കൃത്യമായ കുബുദ്ധി ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് റഷ്യ മനസ്സിലാക്കിയിരിക്കുന്നു. അവർ അത് ലോകത്തോട് പറഞ്ഞിരിക്കുന്നു. ഇനി ആ രീതിയിലായിരിക്കും റഷ്യയുടെ പ്രത്യാക്രമണവും ഒക്കെ ഉണ്ടാവുക എന്നതാണ് നമുക്ക് പറയാൻ കഴിയുക. Waytonikah.com, the exclusive Muslim matrimonial site.